ഇതിനുള്ളിൽ എന്താലോചിച്ചിരിക്കുക? എന്തോ കള്ളത്തരമുണ്ട്. ഡീ, എന്താ മോളൊരു കള്ളത്തരം? ഞാൻ എന്നോട് പറയാനിരിക്കുവായിരുന്നു. ഞാൻ കാര്യം ചോദിക്കട്ടെ? നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന മിത്രമുണ്ടല്ലോ, അവൻ എന്നോട് പ്രപ്പോസ് ചെയ്തിട്ട് ഒരു 2 ആഴ്ചയായി. ഞാൻ പറയട്ടെ, എന്നതിന്റെ അഭിപ്രായം? അമ്മ അവൻ ഒന്നിനൊക്കെ വേറെ പണിയൊന്നുമില്ല. അവിടെ അവൻ ശരിക്കും പാവപ്പെട്ട വീട്ടിലെ ചെറുക്കണം. അവൻ എങ്ങനെ 2 നേരത്തെ ഭക്ഷണം കഴിക്കുമ്പോൾ അവർക്ക് പണി അറിയത്തില്ല. അവരുടെ ഇഷ്ടം പറഞ്ഞ് യെസ് പറയാൻ പോവാ. നിന്റെ അച്ഛൻ എന്നെ കൊല്ലും. അവനൊന്നും വേണ്ട. അവൻ എത്ര ചെറുക്കന്മാരുടെ ക്ലാസ്സിൽ നല്ല അടുത്ത് നോക്കി പ്രേമിക്കും. നീ ഇങ്ങനെ വീട്ടിലെ കാശും ജോലിയൊക്കെ നോക്കുന്നേ, അവരുടെ പൊന്നു പോലെ നോക്കിയാ പോരെ? ആ പാവാടി അവനോട് ഭയങ്കര സ്നേഹത്തിൽ നിനക്ക് ക്ലാസ് വെച്ചവനെ അഡ്മയർ ചെയ്തോണ്ടിരിക്കും. ഞാൻ യെസ് പറയാൻ നോക്കുവാണ്. നീ എന്തെങ്കിലും പറയുന്നേ? ഞാൻ ഇപ്പോഴൊരു കാര്യം പറഞ്ഞേക്കാം. ഈ പ്രേമവും കൊഞ്ചലും ഈ അഡ്മയറിംഗ് ഒക്കെ കിട്ടുന്നവരെ കാണുള്ളൂ. കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും കാണത്തില്ല. ലാസ്റ്റ് നീ തേച്ചെന്നാണ്. ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം, എനിക്കിതിൽ താല്പര്യമില്ല. പ്രേമിക്കുമ്പോ ഉണ്ടല്ലോ, സ്വത്തും പണവും ലുക്കൊക്കെ നോക്കി തന്നെ പ്രേമിക്കണം. അന്നല്ലേ ജീവിക്കാൻ പറ്റുള്ളൂ. എന്തായാലും കാര്യം ചോദിക്കട്ടെ, നിനക്കൊന്നും കൊള്ളില്ല. നിന്റെ കസൻ ചേച്ചി ഇങ്ങനെ പ്രേമിച്ചാളെ വഞ്ചിച്ച് ഒരു പണക്കാരനെ കിട്ടി പോയിരുന്നല്ലോ, 100 പവൻ സ്വർണ്ണമൊക്കെ ആയിട്ട്. ഇപ്പൊ വീട്ടാൻ നിൽക്കില്ലേ? ഡിവോഴ്സ് ആവാറായില്ലേ? എന്തേ ഒന്നും നടന്നില്ലേ? ആ ചേച്ചി ചേട്ടന്റെ ശാപമായിരിക്കും. അയാളെ പൊന്നു കാലം നോക്കിയാണ് ഈ ചേച്ചിക്കാരൻ ആ ചേട്ടനെ കല്യാണം കഴിക്കാൻ തന്നെ നോക്കുന്നു. അവിടെ സുഖമായിട്ട് തന്നെ കെട്ടി ഇത് ഡിവോഴ്സ് ആയിട്ട് വീട്ടിലും വന്നിരിക്കുന്നു. ഇതാ പണവും ജോലി നോക്കിയാലൊക്കെ കെട്ടി നടക്കുന്നത്. നമ്മളെ സ്നേഹിക്കുന്ന ഒരാളെ കെട്ടണം. അങ്ങനെ ജീവിതകാലം മൊത്തം സന്തോഷമായിട്ടിരിക്കാൻ പറ്റുള്ളൂ. നിന്റെ കാര്യത്തിലും എനിക്കത് തന്നെ പറയാനുള്ളൂ. പിന്നെ അവനോട് ഞാൻ പറയുന്നത്, എന്നെ സ്നേഹിക്കുന്ന ഒരാളുണ്ടെങ്കിൽ ജീവിതകാലം മൊത്തം എത്ര പണക്കുറവാണേലും ഞാൻ സേഫായിരിക്കും, സന്തോഷമായിട്ട്.